കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 37-ാം സങ്കീർത്തനം അതിൻ്റെ 34-ാമത്തെ വാക്യം: യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വാക്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയാണ്, അല്ലേ? നമുക്കറിയാം, ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്താലുള്ള അനുഗ്രഹത്തെ പ്രാപിക്കുക എന്നുള്ളത്. ദൈവത്താലുള്ള അനുഗ്രഹത്തെ എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ കഴിയും? അത് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വഴികളിൽ നമ്മൾ നടന്നെങ്കിലേ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് പ്രമാണിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അത് തന്നെയാണ് ഇവിടെ നമുക്ക് നൽകുന്ന സൂചന. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം: യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്തിലായിരിക്കണം, ഏതിലായിരിക്കണം എന്ന് ചോദിച്ചാൽ ദൈവത്തിലായിരിക്കണം നമ്മുടെ പ്രത്യാശ, ഒന്നാമത്തെ കാര്യം. 2, ദൈവത്തിൻ്റെ വഴി പ്രമാണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. അതിൽ നടക്കണം. പ്രമാണിച്ചാൽ മാത്രം പോരാ, അതിൽ നമ്മൾ നടക്കണം. ഈ നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ ഈ തലമുറയിൽ വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്, ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ ഒരുപക്ഷെ ഒരു കാര്യത്തിൽ ഓക്കെ ആയിരിക്കും, മറുകാര്യത്തിൽ ബലഹീനമാകും, അല്ലേ? ചിലപ്പോൾ യഹോവയിൽ പ്രത്യാശ വയ്ക്കും, പക്ഷേ ദൈവത്തിൻ്റെ വഴി നമ്മൾ ആരായുകയോ അതിനകത്ത് നടക്കുകയോ ചെയ്യത്തില്ല. ഇനി ദൈവത്തിൻ്റെ വഴിയിൽ ഒരു പക്ഷേ നടന്നെന്നിരിക്കാം, പക്ഷെ അത് അതനുസരിച്ച് പ്രമാണിച്ച് അതിലൂടെ നടക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് മൂന്നും ഒരുപോലെ പാലിക്കപ്പെടണം, അല്ലേ? 1, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. 2, അവൻ്റെ വഴി പ്രമാണിക്കണം. അതിൽ നമ്മൾ നടക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ചെയ്താൽ മാത്രം പോരാ, അതിൽ നമ്മൾ നടക്കണം. ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തിരുവചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടില്ലേ? തിമോഥെയോസ് ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവശ്വാസീയമാണ്. സ്തോത്രം. അപ്പം ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, അല്ല സ്തോത്രം, പകർന്നിരിക്കുന്ന ലോകത്തിലെ ഏക പുസ്തകം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോളി ബൈബിൾ, സത്യവേദ പുസ്തകം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ കൽപ്പനകളെ, ഇല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന വഴികളെ നമ്മൾ പ്രമാണിച്ച് നടന്നാലുള്ള ഗുണമാണ് അടുത്ത് നമ്മൾ വായിക്കുന്നത്. എന്തോ പറയുന്നത്? എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ തക്കവണ്ണം അവൻ നിന്നെ ഉയർത്തും. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ ഭൂമിയെ കൈവശമാക്കത്തക്ക രീതിയിൽ ദൈവം നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ശക്തനാണ്. 2-ാമത്തെ കാര്യം, ദുഷ്ടൻ ഛേദിക്കപ്പെടുന്നത് നിങ്ങൾ കാണും. അതിൻ്റെ ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക: 1, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാനിട വന്നാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ സഞ്ചരിപ്പാനിട വന്നാൽ, ഒറ്റക്കാര്യം ഞാൻ നിങ്ങളോട് പറയും: 1, നമ്മുടെ ഭൂമിയെ അവകാശമാക്കത്തക്ക രീതിയിൽ അവൻ നമ്മെ ഉയർത്തുവാൻ ശക്തനാണ്. 2, സ്തോത്രം, ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടവരും. ഈ 2 തരത്തിലുള്ള അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടന്നതിനെ പ്രമാണിപ്പാൻ ഈ ദിവസങ്ങൾ നമ്മൾ തയ്യാറാകുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പറയപ്പെട്ട ദൈവിക അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ പ്രാപിപ്പാൻ അവിടുന്ന് കൃപ ചെയ്താൽ സഹായിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.